ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ലോഗോസ് ക്വിസിന് ഒരുക്കമായിട്ടുള്ള ആദ്യത്തെ മോഡൽ ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. അമ്മോര്യ രാജാവായ സീഹോൻ്റെ ദേശം ഏത്? എ. ഏദോം, ബി. ഹെഷ്ബോൺ, സി. മോവാബ്, ഡി. അർണോൺ. ഉത്തരം ബി. ഹെഷ്ബോൺ. ചോദ്യം 2. മോവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ആര്? എ. ബാലാം, ബി. ബാലാഖ്, സി. ഓഗ്, ഡി. സീഹോൻ. ഉത്തരം ബി. ബാലാക്ക്. ചോദ്യം 3. അമ്മോന്യ രാജാവിൻ്റെ ദൈവം ആര്? എ. കെമോഷ്, ബി. ദാഗോൻ, സി. ബാൽ, ഡി. അസ്താർത്തെ. ഉത്തരം എ. കെമോഷ്. ചോദ്യം 4. അമ്മോന്യരെ തോൽപ്പിച്ചതിന് ശേഷം ജഫ്ത തിരിച്ചു വന്നത് എവിടേക്ക്? എ. തോബിലേക്ക്, ബി. ഗിലെയാദിലേക്ക്, സി. മിസ്പായിലേക്ക്, ഡി. മനാസയിലേക്ക്. ഉത്തരം സി. മിസ്പായിലേക്ക്. ചോദ്യം 5. ജഫ്തായുടെ പുത്രി സഹിമാരോടൊത്ത് വിലപിക്കാൻ പോയത് എവിടേക്ക്? എ. മരുഭൂമിയിലേക്ക്, ബി. വനത്തിലേക്ക്, സി. മലയിലേക്ക്, ഡി. പർവ്വതങ്ങളിലേക്ക്. ഉത്തരം ഡി. പർവ്വതങ്ങളിലേക്ക്. ചോദ്യം 6. മോവാബിൻ്റെ അതിർത്തി ഏത്? എ. ഏദോം, ബി. കാദേശ്, സി. അർണോൺ, ഡി. അഷ്കലോൺ. ഉത്തരം സി. അർണോൺ. ചോദ്യം 7. സീഹോൻ ഇസ്രായേലിനോട് പൊരുതാൻ വേണ്ടി താവളമടിച്ചത് എവിടെ? എ. ആബേൽ കെരാമിൽ, ബി. മിസ്പായിൽ, സി. ജാബോക്കിൽ, ഡി. യാഹാസിൽ. ഉത്തരം ഡി. യാഹാസിൽ. ചോദ്യം 8. ജഫ്തായെ സഹോദരന്മാർ പുറന്തള്ളിയപ്പോൾ അവൻ പോയി താമസിച്ച സ്ഥലം ഏത്? എ. തോബ്, ബി. ഗിലെയാദ്, സി. മിസ്പ, ഡി. തെബസ്. ഉത്തരം എ. തോബ്. ചോദ്യം 9. ഗിലെയാദിലെ ജനം ജഫ്തായെ നേതാവായി സ്വീകരിച്ചപ്പോൾ മിസ്പായിൽ ആരുടെ മുമ്പിൽ വെച്ചാണ് അവൻ അവരോട് സംസാരിച്ചത്? എ. ശ്രേഷ്ഠന്മാരുടെ, ബി. സഹോദരന്മാരുടെ, സി. അമ്മോന്യരുടെ, ഡി. കർത്താവിൻ്റെ. ഉത്തരം ഡി. കർത്താവിൻ്റെ. ചോദ്യം 10. ഏദോം രാജാവും മോവാബ് രാജാവും തങ്ങളുടെ ദേശത്തുകൂടെ കടന്നു പോകാൻ അനുവദിക്കാത്തതിനാൽ ഈജിപ്തിൽ നിന്നും വന്ന ഇസ്രായേൽ താമസിച്ചത് എവിടെ? എ. യാഹാസിൽ, ബി. ജാബോക്കിൽ, സി. കാദേശിൽ, ഡി. അർണോണിൽ. ഉത്തരം സി. കാദേശിൽ. ചോദ്യം 11. മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് അത് ഏത്? എ. മരണം, ബി. മരണവിധി, സി. ജീവിതാന്തം, ഡി. ആയുസ്. ഉത്തരം ബി. മരണവിധി. വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സഹായിക്കാൻ മറക്കല്ലേ. ചോദ്യം 12. ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത് ആര്? എ. പാപികൾ, ബി. മ്ലേച്ഛസന്തതികൾ, സി. ദുഷ്ടൻ, ഡി. ദൈവഭയമില്ലാത്തവൻ. ഉത്തരം ഡി. ദൈവഭയമില്ലാത്തവൻ. ചോദ്യം 13. ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നത് ആര്? എ. മ്ലേച്ഛസന്തതികൾ, ബി. പാപികളുടെ സന്താനങ്ങൾ, സി. അസന്മാർഗികൾ, ഡി. ദുഷ്ടർ. ഉത്തരം ബി. പാപികളുടെ സന്താനങ്ങൾ. ചോദ്യം 14. പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറ എന്തിനു പാത്രമാകും? എ. ശാപത്തിന്, ബി. നാശത്തിന്, സി. പരിഹാസത്തിന്, ഡി. നിത്യനിന്ദയ്ക്ക്. ഉത്തരം ഡി. നിത്യനിന്ദയ്ക്ക്. ചോദ്യം 15. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത്? എ. ജ്ഞാനം, ബി. ആരോഗ്യം, സി. ദൈവഭക്തി, ഡി. സൽകീർത്തി. ഉത്തരം ഡി. സൽകീർത്തി. ചോദ്യം 16. തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ എപ്രകാരം ജീവിക്കുന്നവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകമാകുന്നത്? എ. പ്രതാപപൂർവം, ബി. ഐശ്വര്യപൂർവം, സി. സമാധാനപൂർവം, ഡി. സന്തോഷപൂർവം. ഉത്തരം സി. സമാധാനപൂർവം. ചോദ്യം 17. ആയുസ്സിനെപ്പറ്റി ചോദ്യമില്ലാത്തത് എവിടെ? എ. ജീവിതാന്തത്തിൽ,
ബി മരണത്തിൽ, സി സ്വർഗത്തിൽ, ഡി പാതാളത്തിൽ. ഉത്തരം ഡി പാതാളത്തിൽ. ചോദ്യം 18 പൂരിപ്പിക്കുക. കുഞ്ഞുങ്ങളെ ഡാഷ് പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ. എ കൽപ്പനകൾ, ബി നിയമങ്ങൾ, സി ഉപദേശങ്ങൾ, ഡി നിർദ്ദേശങ്ങൾ. ഉത്തരം സി ഉപദേശങ്ങൾ. ചോദ്യം 19 ആരുടെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിലാണ് ലജ്ജാഭരിതനാകേണ്ടത്? എ സ്നേഹിതൻ്റെ, ബി കർത്താവിൻ്റെ, സി ന്യായാധിപൻ്റെ, ഡി ദൈവത്തിൻ്റെ. ഉത്തരം ഡി ദൈവത്തിൻ്റെ. ചോദ്യം 20 ആരെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? എ സ്ത്രീയെ, ബി അന്യൻ്റെ ഭാര്യയെ, സി കുലടയെ, ഡി അന്യൻ്റെ ദാസിയെ. ഉത്തരം സി കുലടയെ. ചോദ്യം 21 എന്തുണ്ടാകാതിരിക്കുക അസാധ്യം എന്നാണ് യേശു പറഞ്ഞത്? എ പ്രലോഭനങ്ങൾ, ബി ദുരിതങ്ങൾ, സി തെറ്റുകൾ, ഡി ദുഷ്പ്രേരണകൾ. ഉത്തരം ഡി ദുഷ്പ്രേരണകൾ. ചോദ്യം 22 തങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ച കുഷ്ഠരോഗികൾ യേശുവിനെ സംബോധന ചെയ്തത് എങ്ങനെ? എ ദാവീദിൻ്റെ പുത്ര, ബി യേശുവേ ഗുരു, സി നസ്രായനായ യേശുവേ, ഡി കർത്താവായ യേശുവേ. ഉത്തരം ബി യേശുവേ ഗുരു. ചോദ്യം 23 സഹോദരൻ തെറ്റ് ചെയ്താൽ അവനോട് ചെയ്യേണ്ടതെന്ത്? എ ഉപദേശിക്കുക, ബി ശിക്ഷിക്കുക, സി ശാസിക്കുക, ഡി അവഗണിക്കുക. ഉത്തരം സി ശാസിക്കുക. ചോദ്യം 24 ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? എ അപ്പസ്തോലന്മാർ, ബി ശിഷ്യന്മാർ, സി സക്കേവൂസ്, ഡി മർത്ത. ഉത്തരം എ അപ്പസ്തോലന്മാർ. ചോദ്യം 25 ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? എ നിയമജ്ഞർ, ബി ഫരിസേയർ, സി ജനപ്രമാണികൾ, ഡി ശിഷ്യന്മാർ. ഉത്തരം ബി ഫരിസേയർ. ചോദ്യം 26 രോഗവിമുക്തനായ 10 കുഷ്ഠരോഗികളിൽ തിരിച്ചു വന്ന് നന്ദി പറഞ്ഞത് ആര്? എ യൂദാക്കാരൻ, ബി ഗ്രീക്കുകാരൻ, സി സമരിയക്കാരൻ, ഡി ഫിനീഷ്യക്കാരൻ. ഉത്തരം സി സമരിയക്കാരൻ. ചോദ്യം 27 തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രൻ എന്ത് പ്രകാശിക്കുന്നത് പോലെയായിരിക്കും? എ സൂര്യൻ, ബി അഗ്നി, സി നക്ഷത്രങ്ങൾ, ഡി മിന്നൽ പിണർ. ഉത്തരം ഡി മിന്നൽ പിണർ. ചോദ്യം 28 നിങ്ങൾ എന്തു ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ ചെയ്തതേയുള്ളൂ എന്ന് പറയണം എന്നാണ് യേശു പറഞ്ഞത്? എ പ്രാർത്ഥിച്ചതിന്, ബി കൽപ്പിക്കപ്പെട്ടവയെല്ലാം, സി ആവശ്യമായവയെല്ലാം, ഡി സഹായങ്ങൾ. ഉത്തരം ബി കൽപ്പിക്കപ്പെട്ടവയെല്ലാം. ചോദ്യം 29 പശ്ചാത്തപിക്കുന്നുവെന്ന് പറയുന്ന സഹോദരനോട് ചെയ്യേണ്ടതെന്ത്? എ ക്ഷമിക്കണം, ബി സ്നേഹിക്കണം, സി ശാസിക്കണം, ഡി ഉപദേശിക്കണം. ഉത്തരം എ ക്ഷമിക്കണം. ചോദ്യം 30 എവിടേക്കുള്ള യാത്രയിലാണ് യേശു 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയത്? എ സമരിയായിലേക്ക്, ബി കഫർനാമിലേക്ക്, സി ജെറുസലേമിലേക്ക്, ഡി ബഥാനിയയിലേക്ക്. ഉത്തരം സി ജെറുസലേമിലേക്ക്. ചോദ്യം 31 രക്ഷയുടെ സത്വാർത്ത എന്ത്? എ യേശുക്രിസ്തു, ബി പരിശുദ്ധാത്മാവ്, സി സത്യത്തിൻ്റെ വചനം, ഡി ദൈവകൃപ. ഉത്തരം സി സത്യത്തിൻ്റെ വചനം. ചോദ്യം 32 എഫേസോസുകാരെ പ്രതി ദൈവത്തിന് എന്തർപ്പിക്കുന്നതിൽ നിന്നാണ് പൗലോസ്ലീഹ വിരമിക്കാത്തത്? എ നന്ദി, ബി ബലി, സി സ്നേഹം, ഡി കൃതജ്ഞത. ഉത്തരം ഡി കൃതജ്ഞത. ചോദ്യം 33 യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് എന്തിനാലാണ് എഫേസോസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത്? എ പരിശുദ്ധാത്മാവിനാൽ, ബി ദൈവ തിരുമനസ്സിനാൽ, സി ദൈവഹിതത്താൽ, ഡി യേശുക്രിസ്തുവിനോടുള്ള ഐക്യത്താൽ. ഉത്തരം ബി ദൈവ തിരുമനസ്സിനാൽ.
ചോദ്യം 34. തൻ്റെ മുമ്പാകെ എന്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ വേണ്ടിയാണ് ദൈവം എഫേസോസുകാരെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത്? എ. സ്നേഹത്തിൽ, ബി. ആത്മാവിൽ, സി. വചനത്തിൽ, ഡി. വിശുദ്ധിയിൽ. ഉത്തരം എ. സ്നേഹത്തിൽ. ചോദ്യം 35. എഫേസോസുകാർക്കുള്ള ലേഖനത്തിൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും പൗലോസ്ലീഹ എഫേസോസുകാർക്ക് ആശംസിക്കുന്നത് എന്ത്? എ. സ്നേഹവും സമാധാനവും, ബി. കൃപയും സമാധാനവും, സി. കൃപയും കാരുണ്യവും, ഡി. കൃപയും അനുഗ്രഹവും. ഉത്തരം ബി. കൃപയും സമാധാനവും. ചോദ്യം 36. ദൈവത്തിൻ്റെ എന്തിൻ്റെ സമൃദ്ധിക്കൊത്താണ് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നത്? എ. കൃപയുടെ, ബി. കാരുണ്യത്തിൻ്റെ, സി. മഹത്വത്തിൻ്റെ, ഡി. സ്നേഹത്തിൻ്റെ. ഉത്തരം എ. കൃപയുടെ. ചോദ്യം 37. ദൈവം തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും എപ്പോൾ ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്? എ. രക്ഷയുടെ ദിനത്തിൽ, ബി. കാലത്തിൻ്റെ പൂർണ്ണതയിൽ, സി. ആത്മീയ വരങ്ങളാൽ, ഡി. പരിശുദ്ധാത്മാവിൻ്റെ ദിനത്തിൽ. ഉത്തരം ബി. കാലത്തിൻ്റെ പൂർണ്ണതയിൽ. ചോദ്യം 38. ദൈവത്തിൻ്റെ കൃപ അവിടുന്ന് നമ്മിൽ ചൊരിഞ്ഞിരിക്കുന്നത് അവിടുത്തെ എന്തിലൂടെയാണ്? എ. കാരുണ്യത്തിലും അനുഗ്രഹത്തിലും, ബി. സ്നേഹത്തിലും കൃപയിലും, സി. ജ്ഞാനത്തിലും വിവേകത്തിലും, ഡി. മഹത്വത്തിലും കാരുണ്യത്തിലും. ഉത്തരം സി. ജ്ഞാനത്തിലും വിവേകത്തിലും. ചോദ്യം 39. ദൈവം എല്ലാ വസ്തുക്കളെയും ക്രിസ്തുവിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കി എല്ലാറ്റിനും മുകളിൽ അവനെ എന്തായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്? എ. വിധികർത്താവ്, ബി. രാജാവ്, സി. മഹോന്നതൻ, ഡി. സഭയ്ക്ക് തലവൻ. ഉത്തരം ഡി. സഭയ്ക്ക് തലവൻ. ചോദ്യം 40. വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കാനാണ് അവിടുന്ന് എഫേസോസുകാരുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കേണ്ടത്? എ. പ്രത്യാശ, ബി. മഹത്വത്തിൻ്റെ സമൃദ്ധി, സി. കൃപയുടെ സമൃദ്ധി, ഡി. പരിശുദ്ധാത്മാവിനെ. ഉത്തരം ബി. മഹത്വത്തിൻ്റെ സമൃദ്ധി. എന്നെ സഹായിക്കുന്ന എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ, കടപ്പാടോടെ, പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.